കാരണം നമുക്കറിയാം പ്രൈവറ്റ് ബസ്സിൽ മുമ്പിൽ പെണ്ണുങ്ങളുടെ സ്ഥലവും ബാക്കിൽ ആണുങ്ങളൊക്കെ ആയിരുന്നു. തിരക്കൂടുമ്പോൾ ചിലപ്പോൾ പെൺപിള്ളേർ ബസ്സിന്റെ ബാക്കിലോട്ട് കയറും. അപ്പോൾ എല്ലാവരും പറയും അവള് ബോൾഡ് കേളാണ്. പക്ഷെ ബാക്കിലെങ്ങാൻ തിരക്കൂടിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ ബസ്സിന്റെ മുമ്പിൽ കയറിയ അവനൊറ്റ പേരുള്ളു ജാക്കി ചാൻ. ഞങ്ങൾ ആമ്പിള്ളേര് പ്രായത്തിൽ മൂത്ത വല്ല സ്ത്രീകളും പ്രണയിച്ച അതിന് രണ്ട് പേരാ, ഒന്ന് അവിഹിതം അല്ലെങ്കിൽ ഞരമ്പ് രോഗം. Signplay and Center Square Mall presents Kerala Comedy Combat, brought to you by Hamster Air Conditioners. Redefining quality. Grooming partner Tony and Guy. Radio partner Club FM 94.3. Fashion partner R&B. Cinema partner Cinepolis. And food partner Hotbox. Signplay Center Square Mall ചേർന്ന് അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ ലൈവ് സ്റ്റാൻഡപ്പ് കോമഡി ചാലഞ്ച് ആണ് കേരള കോമഡി കോംബാറ്റ്. ആക്ട്രസ് മമത മോഹൻദാസ് ആയിരുന്നു ഇതേ സെന്റർ സ്ക്വയർ മാളിൽ വെച്ചിട്ട് ഈ ഒരു കേരള കോമഡി കോംബാറ്റിന്റെ ടൈറ്റിൽ അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കേരളത്തിലുടനീളം നടന്ന ഓഡിഷൻസിലും ഈ സെന്റർ സ്ക്വയർ മാളിൽ വെച്ചിട്ട് നടന്ന ഓപ്പൺ മൈക്ക് ഓഡിഷൻ, കോളേജസിൽ നടന്ന ഓഡിഷൻ, ഇതിനെല്ലാം ശേഷം അവിടെ നിന്ന് എൻട്രീസ് നേടി ഇവിടെ ഈ കേരള കോമഡി കോംബാറ്റിന്റെ വേദിയിലെത്തി മത്സരിച്ച് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 6 പേര് ഇനി വീണ്ടും ഇതേ വേദിയിൽ മത്സരിക്കാൻ പോവുകയാണ്. On Kerala Comedy Combat Finale Super 6. ഹലോ, നമസ്കാരം. എൻ്റെ പേര് മെൽബിൻ, ഞാൻ കൊച്ചിയിൽ നിന്ന് അറിയാണ്. നമസ്കാരം സാർ. നമസ്കാരം. എൻ്റെ ഈ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ വളരെ നന്നായിട്ടല്ലേ പെരുമാറുന്നത്. ഞാൻ എല്ലാവരും വളരെ നന്നായിട്ട് പെരുമാറുന്ന, ഒരേപോലെ പെരുമാറുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ ഈ സൊസൈറ്റി ഉണ്ടല്ലോ, അവരങ്ങനെയല്ല. അവർ പെരുമാറ്റത്തിൽ പക്ഷാഭേദം കാണിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവന് പണക്കാരന്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ സിനിമ ആയിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള വ്യക്തി, പിന്നെ അല്ലെങ്കിൽ കോടീശ്വരൻ, പുള്ളി പറയുകയാണ് എൻ്റെ കൈയിട്ടിരിക്കുന്ന വാച്ചിന് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ലക്ഷങ്ങൾ വിലയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിശ്വസിക്കും. എല്ലാവരും പറഞ്ഞു ശരിയാണ്, അത് കണ്ടാൽ തന്നെ പറയും അത്ര രൂപ വിലയുണ്ടെന്ന്. എന്നാൽ ഈ സെയിം വാച്ച് ഒരു പാവപ്പെട്ട ഒരുത്തൻ ഇടാനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും ആധാരം പണയം പിടിച്ച് മേടിച്ച് കെട്ടണമെങ്കിൽ എല്ലാവരും പറയും കണ്ടാലറിയാൻ ചാത്തനാണ്, ഫുട്പാത്താണെന്ന്. ഈ ജെൻഡർ അടിസ്ഥാനത്തിലും പെരുമാറ്റങ്ങൾ മാറ്റമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന് ഇത്തിരി നീട്ടി വളർത്തിയാൽ എൻ്റെ അമ്മ അപ്പം തന്നെ വഴക്ക് പറയും, എന്തോ കാടുപോലിക്കാൻ കാട്ടുമാക്കാനെ പോലെ വെട്ടറാന്ന്. ഇന്ന് ഇതേ അമ്മ എൻ്റെ പെങ്ങൾക്ക് മുടി വളരാൻ വേണ്ടി സകല ഓയിലും മേടിച്ചു കൊടുക്കും. ഇനി എഞ്ചിൻ ഓയിൽ മാത്രമേ വാങ്ങിച്ചു കൊടുക്കാതുള്ളൂ. അതുപോലെ പെൺകുട്ടികളെ വീട്ടിൽ വർണ്ണിക്കുന്നത് അച്ഛൻ്റെ രാജകുമാരി, അമ്മയുടെ മാലാകക്കുട്ടി, അപ്പൂപ്പൻ്റെ പൂച്ചക്കുട്ടി. ഞങ്ങൾ ആമ്പിള്ളേരെ വർണ്ണിക്കുന്നത് മരവാഴ, കടപ്പാട്, ദുരന്തം. ഇതുപോലെ ചില പെൺകുട്ടികൾ അവരൊക്കെ പ്രായത്തിൽ മൂത്തവരോട് ഇഷ്ടം തോന്നും. അങ്ങനെ പ്രായത്തിൽ മൂത്തവർ പെൺകുട്ടികൾ പ്രണയിക്കുമ്പോൾ എല്ലാവരും പറയും നിഷ്കളങ്ക പ്രേമം, പിഞ്ചു മനസ്സ്. ഇതുപോലെ ഞങ്ങൾ ആമ്പിള്ളേര് പ്രായത്തിൽ മൂത്ത വല്ല സ്ത്രീകളും പ്രണയിച്ച അതിന് 2 പേരാ, ഒന്ന് അവിഹിതം അല്ലെങ്കിൽ ഞരമ്പ് രോഗം. പക്ഷെ ഒരു കാര്യത്തിൽ പെൺപിള്ളേരുടെ മുമ്പിൽ, ഞാൻ പെൺപിള്ളേരെ മാത്രം ഇതാക്കി പറഞ്ഞല്ല, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ഇട്ടത്. കാരണം ഈ വാശിയുടെ കാര്യത്തിൽ പെൺപിള്ളേരുടെ മുമ്പിൽ, കാരണം എൻ്റെ വീട്ടിലെ പറമ്പിൽ നിറച്ച് പുല്ലൊക്കെ വളർന്നിട്ട് വെട്ടാൻ ആളെ നോക്കിയിട്ട് കിട്ടാനില്ല. തൊഴിലുറപ്പിലെ ചേച്ചിമാട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അവിടെ ഇരുന്ന് സംസാരിക്കാതെ സ്ഥലത്തോണ്ട് അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ 8ന്റെ പണി കാട്ടിയത്. ഞാൻ എൻ്റെ വീടിൻ്റെ പറമ്പിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ച് എൻ്റെ പറമ്പിലെ പുല്ല് വെട്ടാൻ പെണ്ണുങ്ങൾക്ക് അവകാശമില്ല, സ്ത്രീകൾക്ക് അവകാശമില്ലെന്ന്. പിറ്റേ ദിവസം ഒരു വണ്ടി ഫെമിനിസ്റ്റുകൾ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ പറമ്പിലെ കംപ്ലീറ്റ് പുല്ലും അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് പറഞ്ഞ് ഇനി എൻ്റെ പറമ്പിലൊരു പുല്ല് വളരാൻ ഞങ്ങൾ സമ്മതിക്കില്ലടാ, ഇനി എൻ്റെ പറമ്പിൻ്റെ കാര്യം അവർ നോക്കിക്കോളും. ഈ ഫെമിനിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പോരാടുന്നത് ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടിയാണ്. ഞാൻ സപ്പോർട്ട് ചെയ്യണം, എനിക്കും ജെൻഡർ ഈക്വാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരിക്കലും ജെൻഡർ ഈക്വാലിറ്റിയെ പറ്റി ഒരു ക്ലാസ് നടക്കുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെ കയറ്റി വിട്ടില്ല. അവർ പറഞ്ഞേ ഈ രാവിലെ സ്ത്രീകൾക്കുള്ള ക്ലാസ്സാണ്, പുരുഷന്മാർക്ക് വൈകിട്ടാണ്, വൈകിട്ട് വന്നാൽ മതി. ജെൻഡർ ഈക്വാലിറ്റി. പക്ഷെ ശരിക്കും ജെൻഡർ ഈക്വാലിറ്റി വേണ്ടത് നമ്മുടെ പ്രൈവറ്റ് ബസ്സിലാണ്. കാരണം നമുക്കറിയാം പ്രൈവറ്റ് ബസ്സിൽ മുമ്പിൽ പെണ്ണുങ്ങളുടെ സ്ഥലവും ബാക്കിൽ ആണുങ്ങളൊക്കെ ആയിരുന്നു. അത് ഇപ്പോൾ മുമ്പിൽ തിരക്കൂടുമ്പോൾ ചിലപ്പോൾ പെൺപിള്ളേർ ബസ്സിന്റെ ബാക്കിലോട്ട് കയറും. അപ്പോൾ എല്ലാവരും പറയും അവള് ബോൾഡ് കേളാണ്, ജീവിക്കാൻ പഠിച്ചവളാണ്. പക്ഷെ ബാക്കിലെങ്ങാൻ തിരക്കൂടിയിട്ട് ഏതെങ്കിലും ഒരുത്തൻ ബസ്സിന്റെ മുമ്പിൽ കയറിയ അവനൊറ്റ പേരുള്ളു ജാക്കി ചാൻ. അതുപോലെ ഈ കല്യാണ വീടുകളിൽ പെൺപിള്ളേർക്ക് കൂട്ടമായിട്ട് ഡാൻസ് ചെയ്യുന്ന ട്രെൻഡ് ഉണ്ട്. എല്ലാവരും പറയും വാ ക്യൂട്ട് ഗേൾസ്, ഫെന്റാസ്റ്റിക്, ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ നമ്മ ആമ്പിള്ളേര് കൂട്ടമായിട്ട് ഡാൻസ് ചെയ്താൽ പറയും എല്ലാത്തിനും വെള്ളമാണ്, പിടിച്ചിറക്കുക, അല്ലെങ്കിൽ ആൾ വെച്ച് നാറ്റിക്കോട. അപ്പോൾ അങ്ങനെ അത് എങ്ങനെ ഇരിക്കണം, നമുക്ക് ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ ഡിഫറൻസ് ആണ്. നമ്മുടെ പബ്ലിക്കിന്റെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കാര്യത്തിലും ഈ ജെൻഡർ ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ചങ്കും കൂടി ഒരു ദിവസം ഒരു ട്രിപ്പ് പോകണമെന്ന്, ഞങ്ങൾ ബൈക്കൊക്കെ അങ്ങനെ സ്റ്റണ്ട് ചെയ്ത് പറഞ്ഞപ്പോൾ പാറച്ചണ്ട് പോകണേന്ന്. പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടി ഒന്ന് സ്കിഡാൻ കണ്ടും പടവനടിച്ച് താഴ്ത്തു വീണ്. അതുവഴി പോയ ഒരുത്തന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങളാണെങ്കിൽ നോക്കിയിട്ട് വന്നെ പോകുന്ന ആൾക്കാർ കാണാത്ത പോലെ ബൈക്കെടുത്ത് പോകണേന്ന്. അത് ഞങ്ങൾ ഒരുവിധം ഞാൻ ചങ്കും കൂടി കഷ്ടപ്പെട്ട് എണീറ്റ് ഞങ്ങൾ ബൈക്കെടുത്ത് വിട്ട്
ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയിക്കുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടം. എന്തൊരു ഗംഭീര ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായി. ഞങ്ങൾ വണ്ടി നിർത്തി ചെന്ന് നോക്കിയപ്പോൾ ഒരു പെണ്ണുമുണ്ട്, സ്കൂട്ടറുണ്ട്. ഞങ്ങൾ ചേട്ടാ എന്ത് പറ്റി? ആ പെങ്കൊച്ചിൻ്റെ സ്കൂട്ടർ സ്റ്റാർട്ട് ആവില്ലാണ്. ഇതുപോലെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും ഇതേ ജെൻഡർ ഡിഫറൻസിലൊരു മാറ്റമുണ്ട്. അതായത് ഇപ്പോൾ ഒരു പെണ്ണൊരു കുറ്റകൃത്യം ചെയ്താൽ അപ്പോൾ വാർത്ത വരുന്നത് ഇങ്ങനെയായിരിക്കും: ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലെ ഒരു പെൺകുട്ടി ഇന്ന കുറ്റകൃത്യം ചെയ്തു. അവളുടെ പേരും ഉണ്ടാവില്ല, ഫോട്ടോ ഉണ്ടാവില്ല. ഒരു ആൺകുട്ടിയാണ് കുറ്റകൃത്യം ചെയ്തെങ്കിൽ അവൻ്റെ HD ക്വാളിറ്റി ഫോട്ടോയും കറക്റ്റ് പേരും കറക്റ്റ് അഡ്രസ്സും അവൻ്റെ അപ്പൻ്റെ പേരും അമ്മയുടെ പേരും കുഞ്ഞച്ഛൻ്റെ പേരും വീടിൻ്റെ അടച്ച പെയിന്റ് വരെ പറയും. വേണമെങ്കിൽ അവൻ്റെ വീടിൻ്റെ റൂട്ട് മാപ്പ് കൂടി പറഞ്ഞു. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് പെരുമാററിയാത്ത ചില ആളുകളുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു ഉത്സവത്തിന് ഞങ്ങളുടെ നല്ല ഗംഭീര പരിപാടി ഞങ്ങൾ ക്ലബ്ബുകാർ വെച്ച്. അപ്പോൾ അതിൽ പരിപാടി തുടങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. പിന്നീട് സമ്മേളനത്തിന് ഈ മൈക്ക് തീനികളുടെ പ്രസംഗം കാരണം പിന്നെയും നീണ്ടുപോയി. അവസാനം ഇനി മണി 9 മണിയായി, 10 മണിക്ക് മൈക്ക് ഓഫ് ചെയ്യണം. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ കലാകാരന്മാരെ ആദരിക്കലും പിന്നെ കൊച്ചുങ്ങളുടെ പരിപാടി. കൊച്ചുങ്ങളുടെ പരിപാടിയാണ് മെയിൻ. അത് നടന്നില്ലെങ്കിൽ തന്തന്മാരെ നമ്മൾ എടുത്തിട്ടിരിക്കും. ഞാനപ്പോൾ കോർഡിനേറ്റർ പറഞ്ഞ് നമുക്ക് ഈ പരിപാടി എങ്ങനെ പെട്ടെന്ന് സ്പീഡാക്കണം. പുള്ളി വന്നിട്ട് പറഞ്ഞ് ആദരിക്കേണ്ട ടീമൊക്കെ എല്ലാം കയറിയാ എല്ലാവരും ആദരിച്ചിരിക്കുന്നു, ഇറങ്ങിക്കോ. ഇതാണ് ചിലർ പെരുമാറ്റം അഭിനയിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു ചങ്കുണ്ട് വിജോയ്. ഇൻസ്റ്റാഗ്രാമിൽ അവൻ നന്മമരം, വീട്ടിലെ പാഴ്മരം. ഇത് പറയുന്നത് വെച്ചാൽ രാവിലെ ഒരു മൊബൈലോട്ടാണ്ട് ഇറങ്ങും. എന്നിട്ട് ആൾക്കാർ സഹായിക്കണ വീഡിയോ എടുക്കല. ഈ മീൻകാരുടെ കയ്യിൽ നിന്ന് ഫുൾ മീൻ വാങ്ങിച്ചു. എവിടെ ആകെ 3-4 അയിലേ ഉണ്ടാവുള്ളൂ. അത് വീട്ടിലേക്കുള്ള കറക്കി മേടിക്കാം. അത് മീൻകാരൻ ഫുൾ മേടിച്ച് സഹായിച്ചു. ലോട്ടറിക്കാരൻ്റെ ഫുൾ ലോട്ടറി എടുത്തു. അതൊക്കെ തിരിച്ചു കൊടുക്കുന്നത് വേറെ കാര്യം. ഒരു ദിവസം ഇവനിങ്ങനെ നമ്മുടെ മൂന്നാറിൽ ഒരു പോണാണ്. അപ്പോൾ ഈ മൊബൈലോട്ട് ചെന്ന് അപ്പോൾ അവിടെ നോക്കപ്പോൾ ഒരു അപ്പൂപ്പൻ തണുത്ത് വിറച്ചിരിക്കണേ. ഇവനെ അപ്പം തന്നെ ഇവൻ്റെ കോട്ടൂരി അപ്പൂപ്പൻ്റെ കൊടുത്ത് നന്മയുള്ള ലോകമേ. പിന്നെ കുറച്ച് വന്നപ്പോൾ ഒരു വെയിലത്ത് ഒരു ചെക്കൻ നടന്നു പോകും. അപ്പം തന്നെ ആ പയ്യനെ ഒരു തൊപ്പി ഒരു കൊടുത്ത് നന്മയുള്ള ലോകമേ. പിന്നെ കുറച്ചാട് നടന്നു പോകുമ്പോൾ ഒരു അമ്മൂമ്മയുടെ മാസ്കിൻ്റെ വള്ളി പൊട്ടിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ അമ്മൂമ്മയുടെ മാസ്കായിട്ട് മാറ്റിക്കണ്ട് ഇവൻ്റെ മാസ്കായിട്ട് വെച്ച് കൊടുത്തു. തമാർ പടാർ. അമ്മൂമ്മക്ക് മാസ്ക് കൊടുത്തവൻ ഇപ്പം ICUവിൽ ഓക്സിജൻ മാസം വെച്ച് കിടപ്പുണ്ട്. ചില ആളുകളുടെ ലുക്ക് നോക്കിയിട്ട് നമ്മൾ അവരോട് പെരുമാറും. ഇപ്പം എന്നൊക്കെ കണ്ട ചിലർ തെറ്റിയിരിക്കും. ഞാൻ ഭയങ്കര ഉടായ്പാണ്, പറ്റിക്കലാണ്. സത്യമായിട്ട് ഞാനും ഉടായ്പൊന്നുമില്ല. പിന്നെ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തത് അത് അവരെന്നെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് പേര് ഓർക്കാൻ വേണ്ടി കുറേ പേര് കടം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പേര് ഓർക്കുന്നില്ലേ. എൻ്റെ ചങ്കൊരു റിസോർട്ടിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അവന് അവിടെ 2 ഗസ്റ്റുകൾ വന്നു, ഒരു ഫാമിലി വന്നു. അപ്പോൾ ആ ചേച്ചിക്ക് അവരുടെ പെരുമാറ്റം ഹോട്ടലിൽ കണ്ടപ്പോൾ അവർക്ക് ചെറിയത് ഇവിടുത്തെ സെക്യൂരിറ്റി ഒക്കെ നല്ലതാണോ? ഇപ്പം പറഞ്ഞു മാഡം പക്കാ സെക്യൂരിറ്റി ആണ്, ഇവിടെ എല്ലാ CCTV ഒക്കെ ഉള്ളതാണ്, നിങ്ങൾ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഫാമിലി താമസിച്ചു. എന്തോ കഷ്ടകാലം പിറ്റേ ദിവസം ആ പെണ്ണുമ്പിള്ളയുടെ സ്വർണ്ണമാല കാണാനില്ല. അപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായി. അപ്പോൾ പറഞ്ഞു മാഡം ഒന്നുകൂടി നോക്ക്, CCTV നോക്കിയിട്ട് ആരും കയറിയായിട്ട് കാണുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും ഊരി വെച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ബാത്റൂമിൽ ഊരി വെച്ച സംശയമുണ്ട്. അവിടെ വെച്ചാൽ കാണാതായത്. മാഡം ബാത്റൂമിലാണെങ്കിൽ പേടിക്കേണ്ട, അവിടെയും ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പെരുമാറുമ്പോൾ സൂക്ഷിച്ചും കണ്ട് പെരുമാറെങ്കിൽ ആൾക്കാർ നമ്മൾ എടുത്തിട്ട് പെരുമാറും. ഇനി ഇവിടെ നിന്ന് പുറത്താട്ടെങ്കിൽ ആരൊക്കെ എന്നെ എടുത്തിട്ട് പെരുമാറുമെന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഈ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ യൂഷ്വലി ഇങ്ങനെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണോ യൂസ് ചെയ്യുക? ഞാൻ കൂടുതലും റിയൽ ലൈഫും എടുക്കുമ്പോൾ അതിനകത്തൊരു 75% വെള്ളം ചേർക്കും. ഫ്രണ്ട്സിന്റെ ഒക്കെ കഥ നൈസായിട്ട് കേട്ടി അല്ലേ? എന്നാ നമുക്ക് റിയാക്ഷൻസിലോട്ടും കമന്റ്സിലോട്ടും പോയാലോ? ആദ്യം തന്നെ ജോണിന്റെ റിയാക്ഷൻ കാണാം. ഓക്കെ, അനീറ്റ. ഓക്കെ, ആൻഡ് ശബരീഷ്. ഓക്കെ, ഇന്ന് നമുക്ക് ഗസ്റ്റിന്റെ കമന്റ്സിലോട്ട് പോയാലോ? ഓക്കെ, വിഷ്ണു ചേട്ടാ എന്ത് തോന്നി? അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. കുറേ ചിരിച്ചു. അതെല്ലേ, നല്ല പക്ക കൊച്ചി, അവരുടെ നിങ്ങളുടെ കൊച്ചിക്കാരുടെ അതേ സ്ലാങ്ങും പരിപാടിയൊക്കെ ഭയങ്കര ലൈവായിരുന്നു. അടിപൊളി. താങ്ക് യു. ഗംഭീരമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിതത്തിൽ സ്ത്രീകളിൽ നിന്ന് ഇത്രയും തിക്താനുഭവങ്ങൾ കിട്ടിയ ഒരാളാണെന്ന് കണ്ടാൽ പറയില്ല. അത്രയും എന്തായാലും അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. സൂപ്പർ 6ലെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വളരെ സന്തോഷമായി, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഒരിക്കലും എന്നെ കൊടുത്തും പറ്റുന്നില്ല, കാരണം ചിലപ്പോൾ സാധനം ചീറ്റിപ്പോകുന്ന സംശയമുണ്ടാകും. പക്ഷേ എന്തോ ഭയം കൊണ്ട് സാധനം നന്നായി. പിന്നെ മത്സരത്തിൽ തുടരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ടൈറ്റിൽ വിന്നർ ആവും എന്ന് പ്രതീക്ഷയുണ്ട്? അങ്ങനെ പ്രതീക്ഷയില്ലെങ്കിലും ആഗ്രഹമുണ്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കേരള കോമഡി കോമ്പാറ്റ് ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു പ്രോഗ്രാമാണ് കേട്ടോ. കാരണം എനിക്ക് എന്താ പറയുക, ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി തുടങ്ങുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇത്രയും നല്ലൊരു അവസരം നിങ്ങൾ കൊടുക്കുന്ന ശരിക്കും ഞാൻ വളരെ നല്ലൊരു, ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. കാരണം
ഞങ്ങൾക്ക് നമുക്ക് അവസരത്തിന് വേണ്ടി അലയുന്ന ആളുകളാണ് ഞങ്ങൾക്ക്. തുടക്കാരാണ് നമുക്ക് ആരും തരില്ല. പക്ഷെ നിങ്ങളെ സാധാരണക്കാർക്ക് ചാൻസ് കൊടുക്കുന്ന ഒരു പരിപാടി ഇതൊന്ന് കൂടുതലും ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. ഈ കോമഡി കോമ്പാറ്റ് വളരെ നല്ലൊരു കാര്യമാണ്. ഇതുപോലെ പുതിയ ആളുകൾക്ക് അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ഇതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Kerala Comedy Combat, brought to you by Hamster Air Conditioners, redefining quality. Grooming partner Tony and Guy. Official radio partner Club FM 94.3. Fashion partner R&B. Cinema partner Cinepolis. Food partner Hotbox.